നമസ്കാരം, ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ അശ്വതി, ഭരണി എന്നീ നക്ഷത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ കുറച്ചു കാലം മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കാർത്തിക നക്ഷത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. 6 താരകങ്ങൾ ചേർന്ന് കൈവട്ടകയുടെ ആകൃതിയിൽ ആകാശപ്പരപ്പിൽ കാണപ്പെടുന്ന ഒരു നക്ഷത്രമാണ് കാർത്തിക. ഇതിന് കൃത്തിക എന്നാണ് സംസ്കൃതത്തിലുള്ള പേര്. കൃത്തികമാർ എന്നറിയപ്പെടുന്ന 6 ദേവിമാരെ കാർത്തികയായി സങ്കല്പിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ പല പുരാണങ്ങളിലും കാണാം. ശിവപാർവതി സംഗമത്തിൽ ജന്മമെടുത്ത അരുമ കുഞ്ഞിനെ ശരവണപ്പൊയ്കയിൽ ഒഴുക്കിയെന്നും അപ്പോൾ പൊയ്കയുടെ തീരത്തിലൂടെ പോകുകയായിരുന്ന കൃത്തികമാർ വാത്സല്യമോലുന്ന ആ കുഞ്ഞിനെ എടുത്ത് മുലയൂട്ടിയെന്നും പുരാണകഥയിൽ പരാമർശിക്കണ്ട്. കൃത്തികമാർ എടുത്തു വളർത്തിയതിനാൽ ശിവപുത്രനായ സുബ്രഹ്മണ്യന് കാർത്തികേയനെന്ന് പേരു വന്നു. വൃശ്ചികമാസത്തിൽ വെളുത്ത വാവും കാർത്തികയും ഒരു ദിവസം വരുന്നു. ആ ദിവസത്തെ തൃക്കാർത്തിക എന്ന് പേര് നൽകി മലയാളികൾ ഈ ദിനം വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നു. ഇത് സുബ്രഹ്മണ്യൻ്റെ നാളായതിനാൽ കേരളത്തിലെ പല സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും ഈ ദിനം വളരെ ഗംഭീരായിട്ട് ആഘോഷിക്കണ്ട. ആദിത്യൻ ദശാനാഥനും അഗ്നിദേവതയുമായ അസുരഗണത്തിൽപ്പെട്ട ഒരു സ്ത്രീയോനി നക്ഷത്രമാണ് കാർത്തിക. ശാന്തത കുടികൊള്ളുന്ന കണ്ണുകൾ, പ്രസന്നമായ മുഖഭാവം, നീണ്ടുയർന്ന നാസിക, വിനീതമായ പെരുമാറ്റം എന്നിവ ഈ നാളുകാരുടെ ലക്ഷണങ്ങളാണ്. ശാശ്വതമായ ആരോഗ്യവും പ്രയത്നശീലവുമുള്ള ഇവർ പലതരത്തിൽ ശരീരപ്രകൃതിയുള്ളവരാണ്. എന്നാൽ ഭക്ഷണകാര്യത്തിൽ വലിയ നിഷ്ഠയൊന്നുമില്ലാത്ത ഇവര് ആരോഗ്യകാര്യത്തിൽ മുന്നിലായിരിക്കുകയും ചെയ്യും. ദന്തരോഗം, നയനരോഗം, ശിരോരോഗം, പീനസം തുടങ്ങിയവയും വായുക്ഷോഭവും അർശോവായുവിൻ്റെ ഉപദ്രവവും ഈ നാളുകാർക്കുണ്ടാകാനിടയുണ്ട്. എങ്കിൽ തന്നെയും ഇവർ ക്രമമായി ദിനചര്യ പാലിക്കാനോ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഭീരുക്കളായിരിക്കാനോ അല്പം പോലും ഇഷ്ടപ്പെടാത്തവരാണ്. ഒന്നിനെ മാത്രം ലക്ഷ്യമാക്കി ത്യാഗങ്ങളും ക്ലേശങ്ങളും സഹിച്ച് പ്രവർത്തിക്കുന്നവരല്ല കാർത്തിക നക്ഷത്രക്കാര്. എങ്കിലും കാർത്തിക നാളുകാർ അസാമാന്യ ബുദ്ധിസാമർഥ്യമുള്ളവരാണ്. ഇവർ ഒന്നിൽ തന്നെ നിലകൊള്ളാത്തതിന് കാരണം പല വിഷയങ്ങളിലുമുള്ള അസാമാന്യ കഴിവും സാമർഥ്യവുമാണ്. ഇവരുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾക്ക് ഇടയാക്കുന്നത് ദുർമോഹങ്ങൾക്ക് അതീതമായ ആദർശനിഷ്ഠകളും അഭിമാനബോധവുമാണ്. സ്വന്തം കാര്യത്തിൽ മാത്രം സാഹചര്യങ്ങൾക്കനുസരിച്ച് തോന്നുന്നത് പോലെ പ്രവർത്തിക്കുന്ന ഇവര് അന്യരെ ഉപദേശിക്കാനും മാർഗനിർദ്ദേശം നൽകാനും പ്രാപ്തരാണ്. കൂട്ടുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ ഇവർക്ക് പുരോഗതി പ്രതീക്ഷിക്കേണ്ടതില്ല. സ്വന്തം ഇഷ്ടത്തിനും സ്വാതന്ത്ര്യത്തിനും വിഘ്നം വരുത്തുന്ന ഏതു കൂട്ടുകെട്ടുകളെയും ഉപേക്ഷിച്ച് കളയാൻ കാർത്തിക നാളുകാർക്ക് ഒരു മടിയുണ്ടാവില്ല. ഇനി ഏതെങ്കിലും രീതിയിൽ പണവും പ്രതാപവും ഉണ്ടാക്കണമെന്നാഗ്രഹിക്കാത്തവരും ബുദ്ധിമാന്മാരുമാണ് കാർത്തിക നക്ഷത്രക്കാർ. മറ്റുള്ളവരിലൂടെ ലഭിക്കുന്ന വിജയങ്ങളും കാര്യലാഭങ്ങളും ഇവരെ ഒട്ടും തന്നെ സന്തോഷിപ്പിക്കുന്നില്ല. എങ്കിലും ഇവര് സ്വന്തം വിജയങ്ങളെ പ്രകീർത്തിച്ച് സ്വയം അഭിമാനിക്കുമ്പോൾ തൻ്റെ പ്രവൃത്തികളിലെ ആ ദോഷവശങ്ങളെ സ്വയം വിസ്മരിക്കുന്നു. ഈശ്വരവിശ്വാസികളും കർമ്മയോഗികളുമായ ഇവര് സദാചാരനിഷ്ഠയുള്ളവരാണ്. അന്ധവിശ്വാസം, ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവയുടെ പുറകെ ഇവർ പോവില്ല. പ്രയത്നം, പ്രവൃത്തി ഇവയാണ് വിശ്വാസ പ്രമാണങ്ങൾ. ദീർഘകാലം ശോഭിക്കാൻ കഴിയില്ലെങ്കിലും കഴിയുന്നത്ര ലോകത്തിന് ഗുണം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ് കാർത്തിക നക്ഷത്രക്കാര്. ന്യായമായ പൊതുകാര്യത്തിൽ പ്രവർത്തിക്കുമെങ്കിലും ലഭിക്കുന്നതോ നഷ്ടവും ഇച്ഛാഭംഗവും മാത്രമാണ്. ഇതിന് കാരണം സാന്ദർഭികമായി നിൽക്കാനുള്ള സാമർഥ്യമില്ലായ്മയോ
നയശൂന്യതയോ ആവാം. വർഗചിന്ത, സ്വാർത്ഥ താൽപ്പര്യം എന്നിവ അശേഷമില്ലാത്തതിനാൽ അധികാര സ്ഥാനങ്ങളിൽ വളരെ ശോഭിക്കാം. എന്നാൽ ആ സ്ഥാനം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന ഗുണങ്ങളൊന്നും ഇവർക്ക് ലഭിക്കില്ല. കുറ്റക്കാരോട് പൊറുക്കുകയും തെറ്റുകളെ ദാക്ഷിണ്യ ബുദ്ധിയോടെ നോക്കിക്കാണുകയും ചെയ്യുന്ന ഇവർക്ക് ജീവിതത്തിലെ പല മാറ്റം മറിച്ചിലുകൾക്കിടയിലും ലോകത്തിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ബുദ്ധിസാമർഥ്യത്തിനും പ്രയത്നശീലത്തിനും തക്ക വിധത്തിലുള്ള ലൗകികമായ വിജയം പ്രതീക്ഷിക്കാനാവില്ല എന്ന് ചുരുക്കം. ഗ്രഹഭരണ സാമർഥ്യം, പതിഭക്തി, ഭർത്താവിൻ്റെ താൽപ്പര്യം നിർവഹിക്കൽ, വിശാല ഹൃദയം, മനോഗുണം, ഈ സവിശേഷതകളുള്ള സ്ത്രീകളെ കാർത്തിക നക്ഷത്രക്കാർക്ക് ഭാര്യമാരായി ലഭിക്കുന്നതിനാൽ ഇവരുടെ ദാമ്പത്യ ജീവിതം ശുഭകരമായിരിക്കും. എങ്കിൽ പോലും ഭാര്യമാരുടെ ആരോഗ്യക്കുറവ്, കൂടെയുണ്ടാകുന്ന വിരഹം ഇവയാൽ ദാമ്പത്യ സുഖം പൂർണ്ണമായി അനുഭവിക്കാൻ ചിലപ്പോൾ കഴിയാതെ വന്നേക്കാം. കാമശീലരും അധിക സുഖമോഹികളുമാണെങ്കിൽ കൂടി ഇവര് സന്മാർഗനിഷ്ഠയ്ക്ക് ഭംഗം വരത്തില്ല. മറ്റ് കാര്യങ്ങളാൽ വിഷമതകൾ ഒന്നിന് പുറമെ ഒന്നായി അലട്ടിയാലും ശരി, ഗൃഹജീവിതത്തിലെ തൃപ്തിയും സമാധാനവും മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഇവർക്കായിരിക്കും. സ്വയം നിരൂപണം ഇവരുടെ ഒരു സ്വഭാവമാണ്. ഇതുമൂലം അവര് ജീവിതത്തിൽ പല നിയന്ത്രണങ്ങളും പാലിക്കുമെങ്കിലും പിന്നീട് സ്വയം അതിനെ ഭേദപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ കർത്തവ്യ നിർവഹണത്തിൽ ജാഗരൂകരായിരിക്കും. വലിയ കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നാലും ചെയ്ത പ്രതിജ്ഞ കൃത്യമായി നിർവഹിക്കും. പ്രസിദ്ധി, ബഹുമാനം, കുലീനത, നേതൃത്വം എന്നിവ പൊതുജന മധ്യത്തിൽ ഇവർക്കുണ്ടായിരിക്കും. കൃത്രിമങ്ങൾ കാട്ടാനുള്ള ബുദ്ധിയുണ്ടെങ്കിലും അഭിമാനവും ധർമ്മബോധവും അവരെ ചതിവിൽ നിന്നും വഞ്ചനയിൽ നിന്നും പിന്തിരിപ്പിക്കും. ഇവർക്കുണ്ടാകുന്ന പീഡകളിൽ അധികവും ആത്മാർത്ഥതയുടെ ആധിക്യം കൊണ്ടുള്ള ദോഷങ്ങളിലൂടെ ആയിരിക്കും. നിസ്സാര കാര്യങ്ങളിൽ ക്ഷോഭിക്കുക മാത്രമല്ല, ആ സന്ദർഭങ്ങളിൽ സാഹസികമായ തീരുമാനങ്ങൾ എടുക്കുവാനും വീണ്ടു വിചാരമില്ലാതെ പ്രവർത്തിക്കുവാനും ഇവർ തയ്യാറാവും. ഈ ദോഷ സ്വഭാവമുള്ളതിനാൽ ഇവർ ശാന്തതയും സമചിത്തതയും സ്വയം ശീലിച്ചാലേ മതിയാകൂ. ഇവരുടെ മഹത്തരമായ യുക്തികളും ന്യായവാദങ്ങളുമെല്ലാം തന്നെ ഇവർ ഉൾപ്പെടുന്ന മത്സരങ്ങളിലും വാദപ്രതിവാദങ്ങളിലും ദർശിക്കാം. കുടുംബവും സ്വദേശവും കാർത്തിക നാളുകാർക്ക് ഗുണകരമായല്ല കണ്ടുവരുന്നത്. ഇവർക്ക് നേട്ടമുണ്ടാകുന്നത് അന്യദേശങ്ങളിലെ ജീവിതത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും മാത്രമായിരിക്കും. മാതൃഭക്തി അധികം പ്രകടിപ്പിക്കുന്ന ഇവര് മാതാവിൻ്റെ പ്രത്യേക വാത്സല്യത്തിന് പാത്രമാകുകയും ചെയ്യും. പിതാവിൽ നിന്ന് പറയത്തക്ക രീതിയിലുള്ള സൗഭാഗ്യങ്ങളൊന്നും ലഭ്യമല്ലെങ്കിൽ കൂടി ഇവര് പിതാവിനെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നവരായിരിക്കും. ഈ നാളുകാരുടെ 50 വയസ്സുവരെയുള്ള ജീവിതം പലവിധ അസ്വസ്ഥതകളും പരിവർത്തനങ്ങളും നിറഞ്ഞതായിരിക്കും. അതിനാൽ അതുവരെയുള്ള കാലത്തിനിടയിൽ ഇവർക്ക് ശാശ്വതമായ ഒരു അഭിവൃദ്ധി കൈവരുന്നതല്ല. എങ്കിൽ തന്നെയും ഇവർക്ക് ഒരു 25 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള കാലയളവും 50 വയസ്സ് മുതൽ 56 വയസ്സ് വരെയുള്ള കാലയളവും ചില നേട്ടങ്ങളൊക്കെ ലഭ്യമായിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഫലങ്ങൾ കൂടാതെ അല്പം ചിലതുകൂടി ഈ നാളിലെ സ്ത്രീകൾക്കു വേണ്ടി പറയാനുണ്ട്. ഇവരുടെ ജീവിതം, അതായത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ ജീവിതം കൈപ്പേറിയ അനുഭവങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരിക്കും. ജീവിതത്തിൽ അനുഭവിക്കേണ്ട പല സൗഭാഗ്യങ്ങളും ഇവരെ കൈവിട്ട് കളയുന്നതായാണ് കണ്ടുവരുന്നത്. അതെന്താന്ന് വച്ചാൽ, ഇവരിൽ അധികം പേരും ഭർത്തൃ സൗഭാഗ്യം കുറഞ്ഞവരും അല്ലെങ്കിൽ ഭർത്തൃവിരഹം അനുഭവിക്കുന്നവരും, ഇനി അതുമല്ലെങ്കിൽ സന്താനങ്ങളാൽ പലവിധ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുമായിരിക്കും. ആരുടെയും മേൽക്കോയ്മ അംഗീകരിക്കാത്ത ഇവര് ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങുന്നവരല്ല. ഈ കാരണം കൊണ്ട് തന്നെ മിക്കപ്പോഴും മാനസിക
അസ്വസ്ഥത അനുഭവിക്കുന്നവരായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ. സമ്മർദ്ദത്തിന് വഴങ്ങാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് ബന്ധുക്കളുമായി ഭിന്നതയിൽ കഴിയേണ്ടതായും വന്നേക്കാം. ജാതകവശാൽ കാർത്തിക നാളുകാരികൾക്ക് ചൊവ്വയോ വ്യാഴമോ അനിഷ്ടഭാവങ്ങളിൽ നിന്നാൽ സന്താനനാശത്തിനും ചിലപ്പോൾ സന്താനഭാഗ്യം തന്നെ ഇല്ലാതാകാനും കാരണാവും. മാനസിക അസ്വാസ്ഥ്യവും കഠിനാധ്വാനവും ഇവരുടെ അനാരോഗ്യത്തിന് കാരണമാവും. മകയിരം, പുണർദം, ആയില്യം, തൃക്കേട്ട, മൂലം, പൂരാടം ഈ നാളുകാരുമായുള്ള സഹവാസവും ഈ നാളുകളിലെ ഏത് പ്രവർത്തനവും കാർത്തിക നാളുകാർക്ക് നന്നല്ല. യാന്ത്രിക പ്രവർത്തനങ്ങൾക്കും ലോഹപ്പണികൾ തുടങ്ങുന്നതിനും ഈ നക്ഷത്രം നല്ലതാണ്. ആദിത്യദശയിൽ ജനിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ചന്ദ്രൻ, അത് കഴിഞ്ഞാൽ ചൊവ്വ, അത് കഴിഞ്ഞാൽ രാഹു, അത് കഴിഞ്ഞാൽ വ്യാഴം, അത് കഴിഞ്ഞാൽ ശനി, അത് കഴിഞ്ഞാൽ ബുധൻ, ഈ ക്രമത്തിലാണ് ദശാകാലങ്ങൾ പോകുന്നത്. ഇതൊക്കെയാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ പൊതുവായ സ്വഭാവ സവിശേഷതകൾ.